പിന്നെ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയിട്ടേ അയാൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കുകയെന്ന് അയാൾ എന്നോട് ചോദിച്ചു. എന്ത് കൊടുക്കാനാ? ഞാൻ പറഞ്ഞ നീ ചിലപ്പോ കേൾക്കൂല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അതൊന്നും അല്ല. എന്നാ അമ്മാവൻ പറ. അതായത് പിന്നെ അവക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പറയട്ടാ? പറ. അവക്കൊരു ജീവിതം കൊടുക്ക. ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങുന്ന കാര്യത്തെ കുറിച്ചാ ചോദിച്ചത്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ജീവിതം മേടിക്കാൻ കിട്ടും? അവിടെ പോയ ജീവിതം മേടിച്ചു കൊടുക്കാൻ പറ്റൂല. ഞാൻ ഇതുവരെ ചോദിച്ചു പോയിട്ടുമില്ല. എടാ എടാ എന്നാ നീ തന്നെ തീരുമാനിക്ക്. എന്തുവാ നീ മേടിച്ചു കൊടുക്കാൻ പോകുന്നേ? ചോദിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. നീയേ ഒരു മോതിരം മേടിച്ച് അവളുടെ കയ്യിലോട്ട് ഇട്ടു കൊടുക്ക. അതാകുമ്പോഴേ ഞാനിപ്പോ ഒരു കുഴപ്പമില്ലാത്ത മാനസികാവസ്ഥയിലിരിക്കുക. അത് കുളമാക്കിയിട്ട് ഇറങ്ങോളോ. എന്നാ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ല പിന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് വല്ലതും പറയുവോ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എന്നാലും നിനക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യല്ലേ? ഒരുമാതിരി. എന്തൊരുമാതിരി? ഞാൻ എനിക്ക് പറയാനുള്ളത് അത് വ്യക്തമായി എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. നിത്യയ്ക്ക് എന്റെ ജീവിതത്തിലോട്ട് വരാം, എന്നോടൊത്ത് ജീവിക്കാം. പക്ഷേ അത് നിത്യ തന്നെ എന്നോട് പറയണം. അവളൊരു പെൺകുട്ടിയല്ലേടാ. പെൺകുട്ടിയാണെങ്കിൽ എന്താ? പെൺകുട്ടികൾക്ക് ഷൈ ഉണ്ടാവൂലേ? നീ ഇങ്ങനെ വാശി കാണിക്കാതെ. വാശിയൊന്നും അല്ല. പിന്നെ എടാ അതെ, ഇനിയിപ്പോ അവക്ക് വരെ ഞാൻ പറഞ്ഞാ മതിയാ? ഒരുമാതിരി. അമ്മാവ, അയാളുടെ മനസ്സിന്റെ ഒരു ഇഷ്ടമുണ്ട്, അതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും ഒരിക്കല് അയാൾ അങ്ങനൊരു വാക്ക് പറഞ്ഞ അമ്മാവന്റെ മരുമോളായിട്ട് അയാൾ ഇവിടെ ഉണ്ടാവും. എന്റെ കൈ ഇവിടെ ഉണ്ടാവൂല. അതൊക്കെ ചെറുക്കെ എന്താ മാഡം, മുറിയെടുത്തപ്പോൾ മാഡം പറഞ്ഞത് അഡ്വാൻസ് 2 മണിക്കൂറിനുള്ളിൽ തരാന്നാ പറഞ്ഞു. ഇപ്പോ ദിവസങ്ങളായി. ഞാൻ തന്നോളാന്ന് പറഞ്ഞല്ലോ. എന്റെ പണം ഒരിടത്ത് ബ്ലോക്കായി കിടക്കുക. അതൊന്ന് റിലീസായി കിട്ടിയാല്. അതൊന്നും പറഞ്ഞാൽ മുതലാളി കേൾക്കില്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചേ ഉള്ളൂ. അഡ്വാൻസ് തരാൻ പൈസ ഇല്ലെങ്കിൽ ഇറക്കി വിടാനാ പറഞ്ഞത്. ഇറക്കി വിടാനോ? ഞാനൊരു സെലിബ്രിറ്റിയാ. നിങ്ങൾ എന്ത് വേണേലും ആയിക്കോ. എൻ്റെ പൊന്നു മാഡം, ഞാൻ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. മുതലാളി എപ്പോഴാ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റും. എപ്പോൾ തരുന്ന ഞാൻ പറയണ്ടേ? 2 ദിവസം കഴിയട്ടെ. അയ്യോ മേഡം, അതൊന്നും ശരിയാവില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലേ അയാളുടെ സ്വഭാവം അങ്ങ് മാറും. മേഡം എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. ശരി, താൻ മുതലാളിയുടെ നമ്പർ ഇങ്ങിതാ. നന്നായി. നിങ്ങൾക്ക് നമ്പർ തന്നറിഞ്ഞാ അത് മതി എന്നെ പിരിച്ചുവിടാൻ. മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർക്കും നമ്പർ കൊടുക്കരുതെന്ന്. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം മേഡം. ഹരിയോ? അനി, നിത്യയില്ലേ? ഉണ്ട്. ഒന്ന് വിളിക്കാവോ?
എന്തിനാ ഹരി അതിന് അനുവാദമൊക്കെ ചോദിക്കുന്നത്? അകത്ത് കയറി നിനക്കങ്ങ് വിളിച്ചൂടെ? അല്ല അത് ഞാൻ വേറൊരു ഹരിയോ? ഒന്നുമില്ല രഘുവേട്ട, ഹരിയെ നിത്യയെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ടേ അകത്ത് കയറാൻ എന്റെ അനുവാദവും ചോദിച്ചു നിൽക്കുക. എടോ കവി, തോന്നിയാസം കാണിക്കരുത്. താൻ ഇങ്ങോട്ട് അകത്ത് കയറുക. അല്ല അത് ഞാൻ എന്താ ഹരി അത്? അല്ല ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ആഹാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ ഇങ്ങനൊരു പൊതി കൊണ്ടുവരാൻ തനിക്ക് എന്റെ വല്ല കച്ചവടം ഉണ്ടോ? അല്ല ഞാനിത് നിത്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ മോനെ. അയ്യോ ആ സുജാതെ,